Dear students, welcome back to our discussion zone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് അബൌട്ട് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്താണെന്നും എന്താണ് അതിൻ്റെ ഓബ്ജക്റ്റീവ്സ്, അതുപോലെ ഇമ്പോർട്ടൻസ്, റീസൺസ് ഫോർ ബൈബാക്ക്, then dangers of buyback, source of buyback and also conditions of buyback. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അവിടെ നമ്മൾ സോഴ്സ് ഓഫ് ബൈബാക്ക് ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് നൗ. ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്, ഏത് രൂപത്തിലാണ് കമ്പനി ബൈബാക്ക് ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഫണ്ട് കണ്ടെത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. എ കമ്പനി ക്യാൻ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ആൻഡ് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടാണ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ് ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അതുമായിട്ട് ഏറെക്കുറെ സാമ്യതയുള്ളതാണ്, മോർ ഓർ ലെസ് സിമിലറാണ് ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റും വരുന്നത്. ഓക്കെ, ചില വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ മോർ ഓർ ലെസ് ഈക്വലാണ്. ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ബോട്ട് ബാക്ക്. അതായത് ഇഫ് ദ സെക്യൂരിറ്റീസ് ആർ പാർട്ട്ലി പെയ്ഡ് അപ്പ് ദേ മസ്റ്റ് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ബൈ മേക്കിംഗ് ഫൈനൽ കോൾ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ കാര്യത്തിലും പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഈ റിഡീം ചെയ്യപ്പെടുന്ന പ്രിഫറൻസ് ഷെയറുകൾ പാർട്ട്ലി പേഡപ്പ് ആണെങ്കിൽ അതിനെ ഫുള്ളി പേഡപ്പാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ റിഡംഷൻ നടത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഓൺലി ഫുള്ളി പേഡപ്പ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ബോട്ട് ബാക്ക്. ബൈബാക്ക് നടത്തണമെങ്കിലും കമ്പനിക്ക് ഇക്വിറ്റി ഷെയറുകൾ തിരികെ വാങ്ങിക്കണമെങ്കിലും അവിടെ അത്തരം ഷെയറുകൾ ബോട്ട് ബാക്ക്, ഏത് ഷെയറാണോ തിരികെ വാങ്ങിക്കുന്നത്, ബൈബാക്ക് ചെയ്യുന്നത്, ആ ഷെയറുകൾ ഫുള്ളി പേഡപ്പാക്കി മാറ്റണം. എങ്ങനെയാണ് ഫുള്ളി പേഡപ്പാക്കി മാറ്റുക? പാർട്ട്ലി പേഡപ്പ് ഷെയർസിനെ എങ്ങനെയാണ് ഫുള്ളി പേഡപ്പ് ഷെയറാക്കി മാറ്റുന്നത്? ബൈ മേക്കിംഗ് ഫൈനൽ കോൾ. ഓക്കെ, ബൈ മേക്കിംഗ് ഫൈനൽ കോൾ. ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്നതും റിസീവ് ചെയ്യുന്നതുമായ എൻട്രി പാസ് ചെയ്തുകൊണ്ടാണ്, മീൻസ് ഫൈനൽ കോൾ നടത്തിക്കൊണ്ടാണ് പാർട്ട്ലി പേഡപ്പ് ഷെയർസിനെ ഫുള്ളി പേഡപ്പാക്കി മാറ്റുന്നത്. ഓക്കെ, അതേപോലെ പറഞ്ഞല്ലോ മോർ ഓർ ലെസ് സിമിലർ ടു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞല്ലോ. സഫിഷ്യൻറ്റ് ബാലൻസ് മസ്റ്റ് ബി സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് ഫ്രീ റിസർവ്സ് ഇഫ് ബൈബാക്ക് ഈസ് ടു ബി മെയ്ഡ് ഫ്രം ഫ്രീ റിസർവ്സ്. ഫ്രീ റിസർവിൽ നിന്നുമാണ് ബൈബാക്ക് നടത്തുന്നത് എങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ സോഴ്സ് ഓഫ് ബൈബാക്ക് പറയുമ്പോൾ പറഞ്ഞിരുന്നു ഫ്രീ റിസർവ് എന്ന്. ഫ്രീ റിസർവിൽ നിന്നുമാണ് ബൈബാക്ക് നടത്തുന്നത് എങ്കിൽ സഫിഷ്യൻറ്റ് ബാലൻസ്, എത്ര എമൗണ്ടാണോ ആവശ്യമായിട്ടുള്ളത് അത്രയും എമൗണ്ട് ഫ്രീ റിസർവിൽ ഉണ്ടായിരിക്കണം. ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് ഫ്രീ റിസർവായിട്ട് അവിടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം എന്നത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ CRR ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ കാര്യം ഇവിടെ സെയിമാണ്. CRR ക്രിയേറ്റ് ചെയ്യണം. an amount equal to the nominal value of or face value of shares so bought back should be transferred to CRR. നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് പറയുന്ന സമയത്തും പറഞ്ഞിരുന്നു ആ റിഡംഷൻ വാല്യൂ, എത്ര പ്രിഫറൻസ് ഷെയറുകളാണ് റിഡീം ചെയ്യപ്പെടുന്നത്, അതിൻ്റെ നോമിനൽ വാല്യൂ CRR അക്കൗണ്ടിലോട്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട്
ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതേ സംഭവം തന്നെയാണ് ഇവിടെയും. റിഡംഷൻ നടത്തിയ അതേ പ്രൊസീജിയർ തന്നെ ബൈബാക്ക് നടത്തുമ്പോഴും an amount equal to the nominal value of shares so bought back should be transferred to CRR account, Capital Redemption Reserve account. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സെക്യൂരിറ്റി പ്രീമിയവും കൂടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ പറയുമ്പോൾ അവിടെ പറഞ്ഞത് ഓൺലി ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ട്രാൻസ്ഫർ ടു CRR അക്കൗണ്ട്. ഓക്കെ എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇവിടെ ഫ്രീ റിസർവിന് പുറമെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് കൂടെ CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു വ്യത്യാസം അതാണ്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് കൂടെ CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അതേപോലെ ദ പ്രീമിയം പെയ്ഡ് ഓൺ ബൈബാക്ക് ഇഫ് എനി ഉണ്ടെങ്കിൽ മാത്രം, ബൈബാക്ക് അറ്റ് പ്രീമിയം ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റിട്ടേൺ ഓഫ് ടു സെക്യൂരിറ്റി പ്രീമിയം ഓർ ഫ്രീ റിസർവ്സ്. അവിടെയും ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രീമിയം ഉപയോഗിക്കാം ബൈബാക്ക് പ്രീമിയം കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫ്രീ റിസർവും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് പ്രീമിയം കണ്ടെത്താൻ വേണ്ടി കമ്പനിക്ക് ഏത് ഫണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏത് നിലവിൽ സ്ഥാപനത്തിലുള്ള ഏത് പ്രോഫിറ്റാണ് പ്രീമിയം കൊടുക്കാൻ വേണ്ടി, ബൈബാക്ക് പ്രീമിയം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാം, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പ്രീമിയം ഓൺ ബൈബാക്ക് കണ്ടെത്താം. ഓക്കെ, ഇനി മറ്റൊരു നോട്ടബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റിഡംഷൻ പറയുമ്പോൾ റിഡംഷൻ അറ്റ് പാർ ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം ആയിരുന്നു. റിഡംഷൻ അറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എന്നാൽ ബൈബാക്ക് ക്യാൻ ബി അറ്റ് എ ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് ഓൺ പേ ബാക്ക് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. അത് കമ്പനിയുടെ ഒരു പ്രോഫിറ്റാണ്. ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ കമ്പനിക്കൊരു പ്രോഫിറ്റാണ്. ഇറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റാണത്. ഓക്കെ, ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അഥവാ ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട് ആണ് നടന്നത് എങ്കിൽ നമ്മൾ പറഞ്ഞു സാധാരണ പറയുന്നത് പോലെ ക്യാപിറ്റൽ റിസർവ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. ഈ പറയപ്പെട്ട ക്യാപിറ്റൽ റിസർവ് ഉണ്ടല്ലോ, ബൈബാക്ക് പർപ്പസിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന് CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു നോമിനൽ വാല്യൂ ഓഫ് ഷെയർസോ ബോട്ട് ബാക്ക് ഉണ്ടല്ലോ, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, CRR can be utilized for the purpose of issuing fully paid bonus shares. CRRലോട്ടുള്ള ഫണ്ട് യൂസ് ചെയ്യുന്നത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആസ് സെയിം ഇൻ ദ കേസ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അവിടെ CRR ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ CRR യൂട്ടിലൈസ് ചെയ്യുന്നത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ടബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഡിവിസിബിൾ പ്രോഫിറ്റിന് പുറമെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ബൈബാക്ക് അറ്റ് എ ഡിസ്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് എന്നതാണ് നോട്ടബിൾ ഡിഫറൻസ് ആയിട്ട് ഉള്ളത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസും ബൈബാക്ക് ഓഫ് ഷെയർസും തമ്മിൽ നോക്കുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ജേണൽ എൻട്രിയിലേക്ക് പോവാണ്. ജേണൽ എൻട്രി വരുന്നത് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സിറ്റുവേഷനലി നമ്മൾ പെരുമാറണം,
If the company issues fresh securities for the purpose of buyback, appropriate entries are to be passed. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സോഴ്സ് ഓഫ് ബൈബാക്ക് പറയുന്ന സമയത്ത് ഫ്രീ റിസർവ്, അതുപോലെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ആൻഡ് പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ സെക്യൂരിറ്റീസ്. അങ്ങനെ ഫ്രഷ് ഇഷ്യൂ ആണ് കമ്പനി നടത്തുന്നത് എങ്കിൽ പ്രൊസീഡ്സ് ഫ്രം ന്യൂ ഷെയർസ് ഓർ സെക്യൂരിറ്റീസ്, അങ്ങനെ ഒരു ഫ്രഷ് ഇഷ്യൂ നടത്താമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്രോപ്രിയേറ്റ് എൻട്രീസ് പാസ് ചെയ്യണം. അവിടെ പാറിനാണോ പ്രീമിയത്തിനാണോ ഡിസ്കൗണ്ടിനാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച രൂപത്തിൽ അപ്രോപ്രിയേറ്റ് എൻട്രീസ്, അനുയോജ്യമായ ജേണൽ എൻട്രി അവിടെ പാസ് ചെയ്യണം. ഓക്കെ. ഇനി കമ്പനി ഫ്രീ റിസർവോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ, കമ്പനി യൂസ് ചെയ്യുന്നത് ഫ്രീ റിസർവാണ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടാണ്, അങ്ങനെയാണെങ്കിൽ എൻ എമൗണ്ട് ഈക്വൽ ടു നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് സോ ബോട്ട് ബാക്ക് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ. റിഡംഷൻ അല്ല ഇവിടെ നടക്കുന്നത്, എന്നാലും അക്കൗണ്ടിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, CRR അക്കൗണ്ട് തന്നെയാണ് അക്കൗണ്ടിൻ്റെ പേര്. അങ്ങനെ ആകുമ്പോൾ എൻട്രി വരുന്നത് എന്താണോ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഏത് സോഴ്സാണോ യൂസ് ചെയ്യുന്നത്, ഏത് പ്രോഫിറ്റാണോ യൂസ് ചെയ്യുന്നത്, ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, CRR അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ other reserves account or security premium account, whatever may be the nature of profit, either capital or revenue, all kinds of profits can be utilized for the purpose of transferring an amount equal to the nominal value of shares so bought back to capital reserve account. Profit and loss account debtor എന്ന് പറയുമ്പോൾ അവിടെ ഡിവിസിബിൾ പ്രോഫിറ്റാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതർ റിസർവ്സ്, മറ്റ് റവന്യൂ റിസർവുകൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവുകൾ എന്തും യൂസ് ചെയ്യാം. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക ടു CRR അക്കൗണ്ട്. ഓക്കെ. മോർ ഓർ ലെസ് സിമിലർ ടു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. സിമ്പിളാണ്, റിഡംഷൻ അതേ പ്രൊസീജിയർ തന്നെയാണ്, മോർ ഓർ ലെസ് ഈക്വൽ. ഇനി നമ്മൾ ബൈബാക്കുമായി ബന്ധപ്പെട്ട എൻട്രിയാണ്. ഞാൻ പറഞ്ഞു, ബൈബാക്ക് അറ്റ് പാറാവാം, അറ്റ് പ്രീമിയം ആവാം, അറ്റ് ഡിസ്കൗണ്ട് ആവാം. ഓക്കെ. അപ്പോൾ ബൈബാക്ക് അറ്റ് പാറാന്നുണ്ടെങ്കിൽ എൻട്രി വരുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് ആണല്ലോ, ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇഷ്യൂവിൻ്റെ ഓപ്പോസിറ്റാണ് ബൈബാക്ക്. നമ്മൾ പറഞ്ഞല്ലോ, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. എൻട്രി റിവൈസ് ചെയ്യൂ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് വിത്ത് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്. അവിടെ എമൗണ്ട് കൊടുക്കേണ്ടത്, എമൗണ്ട് വരുന്നത് ബൈബാക്ക് ചെയ്യപ്പെടുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ് അതാണ് എമൗണ്ട് വരിക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് അറ്റ് പാറാണല്ലോ. ഓക്കെ. ഷെയർ ക്യാപിറ്റൽ എപ്പോഴും ഫേസ് വാല്യൂ തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അത്രയാണല്ലോ നമ്മൾ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യുന്നത്. ബൈബാക്ക് നടത്തിയിട്ട് അതിൻ്റെ പർപ്പസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഷെയറിൻ്റെ എണ്ണം കുറക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ലക്ഷ്യം. ഇക്വിറ്റി ക്യാപിറ്റൽ കുറക്കണം, അതുകൊണ്ട് പല നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഉദ്ദേശം ബൈബാക്ക് നടത്തുന്നതിൻ്റെ ലക്ഷ്യം. സോ ബൈബാക്ക് അറ്റ് പാറാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. ഇഷ്യൂവിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. ഇനി ബൈബാക്ക് അറ്റ് പ്രീമിയം ആണെങ്കിലോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സെക്യൂരിറ്റി പ്രീമിയം ഓർ ഫ്രീ റിസർവ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. അവിടെ എക്സ്ട്രാ വന്നത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അല്ലെങ്കിൽ ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്നതാണ്. അത് ബൈബാക്ക് പ്രീമിയമാണ്. പ്രീമിയം ഓൺ ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാറില്ല. അതിന് പകരം പ്രീമിയം എത്ര വരുന്നുണ്ടോ അത്രയും നമ്മൾ എവിടെ നിന്ന് യൂട്ടിലൈസ് ചെയ്യുന്നു ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് അത്രയും പ്രോഫിറ്റ് അവിടെ കുറയും. റൈറ്റ് ഓഫ് ചെയ്യാൻ തന്നെ അതാണ്. അത്രയും പ്രോഫിറ്റ് അവിടെ കുറയും. ഓക്കെ.
ഈ പറയപ്പെട്ട സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടും ഫ്രീ റിസർവ് അക്കൗണ്ടൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളാണല്ലോ. അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ അത്രയും പ്രോഫിറ്റ് അവിടെ കുറയും. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രീമിയം ഓൺ ബൈബാക്ക് റൈറ്റ് ഓഫ് ചെയ്തു എന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണോ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പ്രീമിയം ഓൺ ബൈബാക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ അക്കൗണ്ട് ആ ഒരു പ്രോഫിറ്റ് ഡെബിറ്റ് ചെയ്യുക, ഇറസ്പെക്റ്റീവ് ഓഫ് ദ നാച്ചർ ഓഫ് പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റ് ആവട്ടെ, ക്യാപിറ്റൽ പ്രോഫിറ്റ് ആവട്ടെ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഓർ ഫ്രീ റിസർവ് അക്കൗണ്ട് ഏതും യൂട്ടിലൈസ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് വിത്ത് ദ എമൗണ്ട് പെയ്ഡ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യാം, അതായത് ഫേസ് വാല്യൂവും പ്രീമിയവും അടക്കം. ക്ലിയർ? ഇനി ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട് ആണ്. ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ലാഭമായിരിക്കും. കമ്പനി നേരത്തെ ഇഷ്യൂ ചെയ്തതിനേക്കാളും കുറഞ്ഞ വിലക്കാണ് കമ്പനിക്ക് ഇപ്പോൾ ഷെയർ തിരികെ കിട്ടുന്നത്. ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട്. എൻട്രി വിൽ ബി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ആ പ്രോഫിറ്റ് കൂടെ ക്രെഡിറ്റ് ചെയ്യാം. അതാണ് എൻട്രിയിലുള്ള മാറ്റം. യൂഷ്വൽ കേസ് പോലെ ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ഫേസ് വാല്യൂ, ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് പെയ്ഡ്, എത്രയാണോ നമുക്ക് ക്യാഷ് ഔട്ട് ഫ്ലോ വന്നത്, ഫിസിക്കലി എത്ര എമൗണ്ട് പേ ചെയ്യേണ്ടി വന്നു, ഇറ്റ് ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. ഫേസ് വാല്യൂ കൊടുക്കുന്നില്ലല്ലോ, ഫേസ് വാല്യൂവിൽ കുറച്ച് കൊടുക്കുമ്പോഴാണല്ലോ ഡിസ്കൗണ്ട് എന്ന് പറയാം. ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണെങ്കിൽ 90 രൂപയെ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ആ 10 രൂപയാണ് ഡിസ്കൗണ്ട്. സോ ആ 10 രൂപ വെച്ച് ക്യാപിറ്റൽ റിസർവിൽ കാണിക്കാം വിത്ത് ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട്. അതായത് എക്സസ് ഓഫ് ഫേസ് വാല്യൂ ഓവർ പർച്ചേസ് പ്രൈസ്. കമ്പനിക്ക് എത്ര പേ ചെയ്യേണ്ടി വന്നു, ആ ഒരു എമൗണ്ടും ഫേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്. കമ്പനി പേ ചെയ്ത എമൗണ്ടിനേക്കാൾ എത്ര ഫേസ് വാല്യൂ കൂടുതലുണ്ട്, ആ എമൗണ്ടാണ് ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ബൈബാക്ക് നടത്തുമ്പോൾ കമ്പനിക്ക് കിട്ടിയ ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ്. ദീസ് ആർ ദ എൻട്രീസ് റിലേറ്റഡ് വിത്ത് ബൈബാക്ക് ഓഫ് ഷെയർസ്. 2 more entries are to be required. ബൈബാക്ക് എക്സ്പെൻസുകൾ ഉണ്ടാവും. ബൈബാക്കുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതും ആ ഒരു എക്സ്പെൻസ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എൻട്രി, ഈ 2 എൻട്രിയും കൂടെ എക്സ്ട്രാ നമ്മൾ പാസ് ചെയ്യണം. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അസ്യൂം ചെയ്യണമെന്നില്ല. ക്വസ്റ്റ്യനകത്ത് എക്സ്പ്രസ്ലി പറയുകയാണെങ്കിൽ 2 more additional entries are to be required. അതായത് ബൈബാക്ക് എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്ന എൻട്രി, ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അങ്ങനെയാണല്ലോ ഒരു എക്സ്പെൻസ് ഇൻകേർഡ് ആകുമ്പോൾ. എക്സ്പെൻസ് അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ്, ദെൻ പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ്. ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. ഇനി ഈ ഒരു ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണല്ലോ ക്ലോസ് ചെയ്യുക. ഓക്കെ, നോമിനൽ അക്കൗണ്ട് ആർ ടു ബി ക്ലോസ്ഡ്. ആസ് യു നോ ഓൾ നോമിനൽ അക്കൗണ്ട്സ് ആർ ടു ബി ക്ലോസ്ഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ. അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് പോലെ നോമിനൽ അക്കൗണ്ടുകൾ നമ്മൾ സാധാരണ ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടാറില്ല. അത്തരം അക്കൗണ്ടുകൾ ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ തന്നെ ഇൻ വിച്ച് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, ആ വർഷം തന്നെ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻട്രി വരുന്നുണ്ടാവുക പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുക. ഡിവിസിബിൾ പ്രോഫിറ്റാണ് പൊതുവെ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ അതർ റിസർവ്സ് ലഭ്യമാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എന്താണോ യൂട്ടിലൈസ് ചെയ്യുന്നത് ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ എക്സ്പെൻസ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ അതർ റിസർവ്സ് അക്കൗണ്ട് ലെറ്റർ ടു
buyback expense accounts. Okay, clear? These are the accounting treatments or journal entries regarding buyback of shares. ഡിയേഴ്സ്, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ, നാച്ചർ ഓഫ് ദ ക്വസ്റ്റ്യൻ, അപ്രോപ്രിയേറ്റ് എൻട്രീസ് ആർ ടു ബി പാസ്ഡ്. നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് കമ്പനി ഏത് സോഴ്സാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ ബൈബാക്ക് അതിൻ്റെ മോഡ് ഏതാണ്, അറ്റ് പാറാണോ, അറ്റ് പ്രീമിയാണോ, ഓർ അറ്റ് ഡിസ്കൗണ്ട് ആണോ എന്നൊക്കെ കൃത്യമായിട്ട് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ജേണൽ ചെയ്തു കൊടുക്കണം. ഓക്കെ, ഇതിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നത്, ജേണലൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ ജേണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോബ്ലം പാർട്ടിൽ നിന്നും ബൈബാക്ക് ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ തിയറിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക്, അതുപോലെ എസ്ക്രോ അക്കൗണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക്, ഇത്തരം കാര്യങ്ങൾ ഒക്കെ ഓർമ്മിച്ച് വെക്കുക. ലെറ്റ് us see again with practical examples in another class. Thank you for all.